ഫാസ്റ്റ് ഓൺ റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക വിവരം പങ്കുവെച്ച SIT. 5 പേർ കൂടി നിരീക്ഷണത്തിലുണ്ടെന്ന് SIT ഹൈക്കോടതിയെ അറിയിച്ചു. ദ്വാരപാലക കേസിൽ 3 പേരും കട്ടളപ്പാളി കേസിൽ 2 പേരുമാണ് നിരീക്ഷണത്തിലുള്ളത്. കൂടുതൽ അറസ്റ്റിനുള്ള സൂചനയാണ് SIT റിപ്പോർട്ടിലുള്ളത്. ഹരിമോഹനുണ്ട് വളരെ പ്രധാനപ്പെട്ട വിവരവുമായി. ഹരിമോഹൻ, ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. 5 പേർ കൂടി ഇപ്പോൾ SITയുടെ നിരീക്ഷണത്തിലാണ്. 3 പേർ ദ്വാരപാലക ശില്പപാളി കേസിൽ, 2 പേർ കട്ടളപ്പാളി കേസിൽ. കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കുകയാണോ SIT? അരുൺ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത്. കൂടുതൽ അറസ്റ്റിലേക്ക് തന്നെയാണ് SIT നീങ്ങുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. അതിന്റെ വ്യാപ്തി വളരെ വലുതാണ്. അതിൽ കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് ഇന്ന് സമർപ്പിച്ചിട്ടുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട്. അതിൽ കൃത്യമായി പറയുന്നത് 5 പേർ കൂടി നിരീക്ഷണത്തിലുണ്ട്. ഇതുവരെയുള്ള തെളിവുകൾ ഇവർക്കെതിരാണ്. ഇവരുടെ പങ്കിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി SIT ഹൈക്കോടതിയോട് അറിയിച്ചിരിക്കുന്നത്. ദ്വാരപാലക കേസിൽ 3 പേരും കട്ടളപ്പാളി കേസിൽ 2 പേരുമാണ് നിരീക്ഷണത്തിലുള്ള. അവരുടെ അറസ്റ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതിന്റെ സൂചന കൂടിയായിരിക്കാം ഒരുപക്ഷെ SIT അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇതുവരെ കണ്ടതുപോലല്ല ശബരിമല സ്വർണ്ണക്കൊള്ള. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത് ഈ സ്വർണം കവർന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ മാറ്റിവെച്ചുകൊണ്ട് സ്വർണം പൂശിയ വേറെ ചെമ്പുപാളികൾ സ്ഥാപിച്ചിരിക്കാം എന്നുള്ള സംശയം കൂടി ഹൈക്കോടതി മുന്നോട്ട് വെക്കുന്നു. നിലവിൽ VSSCയിൽ നടത്തിയിട്ടുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം അത് പരിശോധിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു സംശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കോടതി നേരത്തെ ഉയർത്തിയ സംശയങ്ങളൊക്കെ തന്നെ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടിയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല, സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നിൽക്കാൻ പാടില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി SITയോട് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് അപ്പുറത്തേക്ക് കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലത്തെ ഇടപാടുകൾ അന്വേഷിക്കണം. അതിൽ LDFന്റെയും UDFന്റെയും ഭരണസമിതികളുടെ കാലത്തെ ഇടപാടുകൾ ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. അതിൽ എടുത്തു പറയുന്നത് കൊടിമരക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ്. അത് നടത്തേണ്ടതുണ്ട്. കൊടിമരത്തിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകൾ അന്വേഷിക്കണം. ഒപ്പം തന്നെ വാജുവാഹനം കസ്റ്റഡിയിലെടുത്തു അതിന്റെ കൂടുതൽ വിവരങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലും കൃത്യമായ അന്വേഷണം നടക്കണം. മാത്രമല്ല, ഇതിൽ പല കാലഘട്ടങ്ങളിലായി വന്നിട്ടുള്ള ദേവസ്വം ബോർഡുകൾ എടുത്തിട്ടുള്ള ആ തീരുമാനങ്ങൾ പരിശോധിക്കണം എന്നുള്ളത് കൃത്യമായി തന്നെ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു ചങ്ങലക്കണ്ണികൾ പോലെയാണ് ഈ തീരുമാനങ്ങളൊക്കെ തന്നെയും വരുന്നത്. അതിൽ എല്ലാ കാലത്തെയും ഈ ഭരണസമിതികൾ അല്ലെങ്കിൽ അധികൃതരുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ എടുത്തു പറയുന്നത് 2024-2025 കാലത്ത് എന്തെങ്കിലും നിലയിലുള്ള ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കണമെന്ന് പറയുന്നു. അതായത് PS പ്രശാന്തിന്റെ കാലത്തേതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്തെ ഇടപാടുകൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ സമഗ്രമായ ഒരു അന്വേഷണം SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശം കൂടി ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുകയാണ്. മാത്രമല്ല, ഇതുവരെയുള്ള SITയുടെ അന്വേഷണത്തിൽ പൂർണ്ണമായ തൃപ്തി കൂടി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഹൈക്കോടതി ഇന്ന് ഇടക്കാല വിധി. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഉള്ളത് ഹരി, 20 വർഷത്തെ ഇടപാടുകൾ കൂടി അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ 2004 മുതലുള്ള അല്ലെങ്കിൽ 2005 മുതലുള്ള UDFന്റെ ദേവസ്വം ബോർഡുകളുടെ കാലത്തെയും LDFന്റെ ദേവസ്വം ബോർഡിന്റെ കാലത്തെയും ഇടപാടുകൾ കൂടി LDF UDF കാലത്തെ ഇടപാടുകൾ അന്വേഷിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് SIT അങ്ങനെ അന്വേഷണം വ്യാപിച്ചാൽ കൊടിമരം മാത്രമല്ല, ഈ 18ാം പടി സ്വർണം പൂശിയതടക്കം ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരില്ലേ? തീർച്ചയായിട്ടും അരുൺ, അക്കാര്യത്തിൽ സംശയമില്ല. അതിൽ കൊടിമരം വരും, വാജുവാഹനം വരും, 18 പടികൾ വരും. ഒപ്പം തന്നെ അഷ്ടദിക്പാലകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്ത് ചില കാര്യങ്ങൾ കൂടി കോടതി പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അഷ്ടദിക്പാലക പുനഃപ്രതിഷ്ഠയിൽ അന്വേഷണം വേണം എന്ന് തന്നെ ഹൈക്കോടതി അതിൽ കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. കൊടിമര മാറ്റത്തിൽ അന്വേഷണം വേണം. 2004-2025 കാലത്തെ ഇടപാടുകളിൽ അന്വേഷണം വേണം. കഴിഞ്ഞ 20 വർഷക്കാലത്ത് ദേവസ്വം ബോർഡ് ഭരണസമിതികൾ എടുത്തിട്ടുള്ള ആ തീരുമാനങ്ങളിൽ അന്വേഷണം വേണം. നടത്തിയിട്ടുള്ള ഇടപാടുകളിൽ അന്വേഷണം വേണം. ആവശ്യമെങ്കിൽ ഇതിന്റെ രേഖകൾ എല്ലാം തന്നെ സീസ് ചെയ്യണം, അതായത് പിടിച്ചെടുക്കണം എന്നതടക്കം കോടതി ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ചുരുക്കത്തിൽ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് അതിൻ്റെ ഒരു തുടക്കം മാത്രമായിരുന്നു. അതിനപ്പുറത്തേക്ക് ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ, അഴിമതിയൊക്കെ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകൾ SIT ഹൈക്കോടതിക്ക് നൽകിയിട്ടുണ്ടാവാം. അതിൻ്റെ കൂടി പ്രതിഫലനമായിരിക്കാം ഇങ്ങനെയൊരു ഇടക്കാല ഉത്തരവിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. പ്രത്യേകിച്ച് 2 പതിറ്റാണ്ട് 20 വർഷക്കാലത്തെ ഇടപാടുകൾ അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി പറയുമ്പോൾ അങ്ങനെ തന്നെ അനുമാനിക്കേണ്ടി വരും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു
മറ്റൊരു കാര്യം. ഒരു തേനീച്ചക്കൂട്ടിലേതുപോലുള്ള അന്വേഷണത്തിനാണ് SIT വഴി തുറന്നത് എന്നുള്ളതാണ് ഹൈക്കോടതി ഇന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉപമ എന്ന് പറയുന്നത്. മാത്രമല്ല തുറന്നു കഴിഞ്ഞപ്പോൾ അതൊരു പാൻഡോറാസ് ബോക്സ് പോലെയായി എന്നുള്ളത് കൂടി പറയുന്നു. അതായത് SIT ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ കൃത്യമായ വിവരങ്ങൾ ആ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിലുണ്ട്. ആ റിപ്പോർട്ടിൽ സ്വർണ്ണക്കൊള്ള മാത്രമല്ല, അതിനകത്ത് കൊടിമര പുനഃപ്രതിഷ്ഠ അടക്കമുള്ള, അതിനകത്ത് നടത്തിയിട്ടുള്ള പണപ്പിരിവ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെ വ്യക്തമാവുകയാണ്. മാത്രമല്ല ഹൈക്കോടതി ഇന്ന് എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ശാസ്ത്രീയ പരിശോധനാ ഫലത്തിലെ സാങ്കേതിക കാര്യങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല, കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവേണ്ടതുണ്ട് എന്നുകൂടി ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അറസ്റ്റുകൾക്ക് കൂടി വഴി തുറക്കുകയാണ് എന്ന് തന്നെ നമുക്ക് വ്യക്തമാകും. അതായത് തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല, കൂടുതൽ പേർ അറസ്റ്റിലാകും. ഒരുപക്ഷെ അത് കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരാവാം, ഉന്നതരാവാം, ദേവസ്വം ബോർഡ് ഭരണസമിതികളിൽ ഉണ്ടായിരുന്ന ആളുകളാവാം. അപ്പോൾ അത്തരത്തിൽ കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന കൂടി ഹൈക്കോടതി ഉത്തരവിൽ നൽകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാളെ പെട്ടെന്ന് തന്നെ, അതായത് ഇടക്കാല ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ നാളെ സന്നിധാനത്തെത്തിക്കൊണ്ട് സ്ട്രോങ് റൂം പരിശോധിക്കാനുള്ള അനുമതി കൂടി SITക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതായത് അവിടെ ഇരിക്കുന്ന കട്ടിളപ്പാളിയിലെ 7 പാളികൾ, പ്രഭാമണ്ഡലം അടക്കമുള്ള രാശിചക്രമാലേഖനം ചെയ്തിട്ടുള്ള പാളികളടക്കം 7 പാളികളും പരിശോധിച്ചുകൊണ്ട് അതിന്റെ വിസ്തൃതി അടക്കം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അനുമതി SITക്ക് ഹൈക്കോടതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് മറ്റൊരു തരത്തിലുള്ള അനുമതിയുടെയും ആവശ്യമില്ല. നിലവിൽ ഹൈക്കോടതി നേരിട്ട് അങ്ങനെ ഒരു അനുമതി കൊടുത്തിരിക്കുന്നു. കൊച്ചിയിൽ നിന്ന് വിദഗ്ധരടക്കമുള്ള ആളുകൾ അങ്ങോട്ടേക്ക് SITയെ സഹായിക്കാൻ വേണ്ടി എത്തും എന്നുള്ളത് കൂടി വ്യക്തമായിരിക്കുന്നു. അതായത് അന്വേഷണം ഒട്ടും വൈകാതെ തന്നെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ അത്തരം ഒരു നീക്കം നടത്തുക എന്ന് പറയുന്നതാണ് ഇതിനകത്ത് സുപ്രധാനമായിട്ടുള്ള കാര്യം. മാത്രമല്ല വരും ദിവസങ്ങളിൽ VSSCയിൽ നിന്നൊരു വിശദമായ റിപ്പോർട്ട് കൂടി ലഭിക്കാനുണ്ട് എന്നുകൂടി ഹൈക്കോടതി പറയുന്നു. അതായത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഒരു പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ്. ഒരു വിശദമായ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഈ പാളികളടക്കം മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരും. ശാസ്ത്രജ്ഞരുടെയും അവിടെയുള്ള വിദഗ്ധരുടെയും അടക്കം മൊഴി രേഖപ്പെടുത്തുമ്പോൾ അതിൽ വ്യക്തത വരും എന്നതടക്കം ഹൈക്കോടതി വിവരമാണ്. താങ്ക് യു ഹരി. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. ഇപ്പോൾ ഒരു പക്ഷത്തെ മാത്രമല്ല മറുപക്ഷത്തെയും ദേവസ്വം ബോർഡുകളുടെ കാലത്തെ ഇടപാടുകൾ കൂടി അന്വേഷണ പരിധിയിൽ വരുന്നു. കൊടിമരം മാറ്റിയത്